ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ കാണുന്ന ടോയ്ലറ്റാണ് മോഡൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മോഡലിംഗ് മാത്രമേ കാണത്തുള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ടെക്സ്ചറിങ്ങും ലൈറ്റിങ്ങും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് മറക്കാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 3ds Maxൽ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഇതിലുള്ള സ്കെയിലൊന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങൾ ഓട്ടോകാഡിലൊക്കെ എമ്മിലായിരിക്കും, സെൻറ്റിമീറ്ററിലായിരിക്കും, മീറ്ററിലായിരിക്കും, അല്ലെങ്കിൽ ഫീറ്റിലായിരിക്കും, ഇഞ്ചസിലായിരിക്കും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഫയൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കസ്റ്റമൈസിൽ യൂണിറ്റ് സെറ്റപ്പ്, അതിൽ സിസ്റ്റം യൂണിറ്റ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഇഞ്ചസിലാണ്. അപ്പോൾ ഇവിടെ നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഫയൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം മെട്രിക്കയിൽ ഇപ്പോൾ ഇതിലിപ്പം ഇഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിലാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫീറ്റും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ മെട്രിക്കിലോട്ടായിരിക്കും പോകേണ്ടത്. അപ്പം അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എപ്പോഴും ഫയൽ നമ്മളിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഫയൽ എടുക്കുക, ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് നമ്മുടെ ഫയലിൻ്റെ ഭാഗത്ത് എവിടെയാണോ അതൊന്ന് നമുക്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയൽ. നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബോക്സ് വരും. ഈ ബോക്സിൽ നമുക്കിവിടെ ഒരു യൂണിറ്റിൻ്റെ ഇത് വരും. ഇൻകമിങ് ഫയൽ യൂണിറ്റ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇൻകമിങ് ഫയൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെയ്തേക്കുന്ന ആ ഫയൽ ഏതാണോ അത് സെയിം തന്നെ ആയിരിക്കണം ഇവിടെ നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇഞ്ചസ് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇഞ്ചസിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇവിടെ ടിക്ക് ഓഫ് ചെയ്ത് ഈ ഒബ്ജക്റ്റിലോട്ട് മാറ്റിയിട്ട് നമ്മളതിന് നേരെ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഫയൽ വന്നു കഴിയുമ്പം നമ്മൾ ഈ എക്സ്, വൈ, ഇസഡ് ഈ 3 ആക്സസ് ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ എക്സ് ആക്സസിൽ നമുക്കൊരു വാല്യൂ കാണുന്നുണ്ട്. ഈ വാല്യൂ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അതായത് ഇതാണ് നമ്മുടെ ശരിക്കും നമ്മുടെ ആ വന്ന് പോയിൻ്റ് വരേണ്ട ഒരു പൊസിഷൻ. ഈ പൊസിഷനിൽ നിന്ന് ഇത്രയും ദൂരത്തിലാണ് ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നതെന്നാണ് നമുക്കിത് സൂചിപ്പിക്കുന്നത്. അതായത് വൈ ആക്സസും സെയിം അതുപോലെ തന്നെ -49 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത്, ഈ എക്സ് ആക്സസിൽ വന്നിട്ട് റൈറ്റ് ബട്ടൺ ഒന്ന് ഇവിടെ പിക്ക് ചെയ്യുക, വൈ ആക്സസിൽ റൈറ്റ് ബട്ടൺ പിക്ക് ചെയ്യുക. ഈ സെഡ് ആക്സസ് ഓൾറെഡി നമുക്ക് 0 ആയതുകൊണ്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ നമുക്കിത് ഈ സാധനം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രോയിങ് കറക്റ്റ് സെൻറ്ററിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്താലും നമുക്കിപ്പോൾ എല്ലാ സാധനവും നമുക്ക് ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ബട്ടൺ പിക്ക് ചെയ്ത് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുക്കുക. സ്പ്ലൈൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. ഈ എഡിറ്റബിൾ സ്പ്ലൈനിൽ ഈ ആരോ കണ്ടോ, ഈ ആരോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 3 സംഭവങ്ങളിവിടെ വരും. ഇതൊന്ന് വെർട്ടെക്സ്, ഒന്ന് സെഗ്മെൻറ്റ്, ഒന്ന് സ്പ്ലൈൻ. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ പിന്നെ നമുക്ക് വേറെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ വെർട്ടെക്സ്, സെഗ്മെൻറ്റ്, സ്പ്ലൈൻ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിൽ നമ്പർ പാഡിൻ്റെ അവിടെ അല്ല, ലെഫ്റ്റ് സൈഡിലെ മേളിലത്തെ നമ്പേഴ്സ് വരുമല്ലോ, അതിൽ 1, 2, 3 ഇത് നമുക്ക് ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഇതിൽ 3 നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം ഡിറ്റാച്ച് കൊടുക്കുന്നു. ഡിറ്റാച്ച് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മുടെ ഈ പോയിൻ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പോയിൻ്റ് ശരിക്കും ഇതിൻ്റെ ബോട്ടത്തിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഹയറാർക്കി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതിനെ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം അഫക്റ്റ് പിവറ്റുള്ളി കൊടുക്കുക. അഫക്റ്റ് പിവറ്റുള്ളി കൊടുത്തതിന് ശേഷം സെൻറ്റർ ടു ഒബ്ജക്റ്റ് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ നേരെ മൂവ് ചെയ്ത് താഴ്ത്ത് വെക്കണം. ഇതിനെ മൂവ് ചെയ്ത് താഴ്ത്ത് വെക്കാൻ നമുക്ക് ഇതിൻ്റെ പോയിൻ്റ് എവിടെ നിന്ന് മനസ്സിലാകണ്ടേ. അപ്പോൾ നമ്മൾ ഈ സ്നാപ്പ് ഓൺ ചെയ്തിരിക്കണം. അപ്പോൾ ഈ സ്നാപ്പ് ഓൺ ചെയ്ത് നേരെ ഇവിടോട്ട് വെക്കുക. അതിന് ശേഷം ഇത് ഓഫ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഇതിൻ്റെ എലിവേഷനാണിത്. ഈ എലിവേഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആണ് ടൂള്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്നാപ്പ് ഓഫ് ചെയ്യുക. ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പം നമുക്ക് എത്ര ഡിഗ്രി, ഇതിൽ ഡിഗ്രി കാണിക്കുന്നുണ്ട്, നമുക്ക് എത്ര ഡിഗ്രിയിലിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ഒരു ആംഗിൾ സ്നാപ്പിൻ്റെ ഇതുണ്ട്, ആണ് ഷോർട്ട് ഫോം. റൈറ്റ് ബട്ടൺ പിക്ക് ചെയ്ത് ഒരു 45 കൊടുക്കുക. 45 കൊടുക്കുമ്പം ഒരു 45, 2 45, 90 ഡിഗ്രി ആയി. അപ്പം നമുക്കിത് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി മോഡൽ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലൈൻ എടുത്ത് നമുക്ക് ഫ്ലോർ വരയ്ക്കാം.
നമ്മൾ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്നു. ഇതിപ്പം നമ്മുടെ ഫ്ലോറായി. ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ ഫ്ലോറിൻ്റെ ലെവൽ വന്നേക്കുന്നത്, ഇതാണ് നമ്മുടെ ഗ്രിഡ് ലൈൻ വരുന്നത്. അപ്പം ശരിക്കും നമുക്ക് ഇതിൻ്റെ താഴെ ആയിരിക്കണം അത് വരണം. അതായത് നമുക്കൊരു -6 ആണ് നമ്മുടെ ആ ഫ്ലോറിൻ്റെ തിക്നെസ്, പ്ലസ് ടൈലിൻ്റെ കനം -1 ഇഞ്ചസ്. അപ്പം നമ്മുടെ ഇതിൻ്റെ ലെവലിലായിരിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റ് എല്ലാം കറക്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വരത്തുള്ളൂ. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ വെക്കുന്നു. ഒരു എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. എക്സ്ട്രൂഡ് 6 ഇഞ്ചസ്. അതിന് ശേഷം നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോപ്പി എടുക്കാം. അതിനെ നമ്മളെടുത്ത് ഇവിടെ വെക്കുന്നു. അതിൻ്റെ ഒരു 1 ഇഞ്ചസ്. ഇപ്പം നമ്മൾ ഈ ചെയ്തത്, ഇത് നമ്മുടെ ഫ്ലോറാണ്, ഇതതിൻ്റെ കോൺക്രീറ്റ് സ്ലാബാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഒരു ക്ലേ മോഡിലോട്ട് മാറ്റാം. F4 അത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡ്ജസ് കിട്ടും. അതിന് ശേഷം ഇത് നമുക്ക് ഫ്ലോർ ജനറേറ്ററാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഫ്ലോർ ജനറേറ്റർ ഉപയോഗിക്കുകയാണ്. അതിന് ശേഷം നമ്മളിവിടെ ഒരു വാല്യൂ കൊടുക്കുന്നു, 3/3. ഈ ബിബല എന്നുള്ളത് 0.1 ആക്കുകയാണ്. ഇതൊരു 0.9. അപ്പം നമുക്ക് 1 ഇഞ്ചായി. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഓൾമോസ്റ്റ് സെയിം നമുക്ക് ആ ലെവലിൽ തന്നെ വന്നു. ഇപ്പം നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പിലായിരിക്കും നമുക്ക് കറക്റ്റ് പ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലോറിൻ്റെ ഇത് കഴിഞ്ഞു. അതിന് ശേഷം ഈ സെയിം നമ്മുടെ ഫ്ലോർ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ഡ്രാഗ് ചെയ്ത് ഇവിടെയും വെക്കുകയാണ്. ഇപ്പം നമ്മുടെ ടോപ്പിലെയും ബോട്ടത്തിലെയും ഫ്ലോറിങ് ആയി. ഇനി അടുത്ത് നമുക്ക് വരയ്ക്കേണ്ടത് വാൾ വരയ്ക്കും. ഓക്കെ, വാൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇതെടുക്കുക. ഇതൊരു വാളായി. ഇതേ സെലക്ഷൻ നമുക്ക് കളയാതെ അടുത്ത വാളൂടെ നമുക്ക് വരയ്ക്കണം ഇവിടെ. അപ്പം നമ്മൾ ഈ സ്റ്റാർട്ട് ന്യൂ ഷേപ്പ് എന്നുള്ളത് ടിക്ക് ഓഫ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, അത് നമുക്കൊരു ബീമാണത്. അപ്പോൾ അത് നമുക്ക് വരയ്ക്കേണ്ടത് സെപ്പറേറ്റ് നമുക്ക് വരച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്, ഒരു ചെറിയൊരു കെയർ പോലെ ഫില്ലറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിനെ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അൺഹൈഡ് ഓൾ കൊടുക്കുക. ഇതിനെ നേരെ വലിച്ച് നാട്ട് നോക്കുന്നു. ഒരു എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇതിനെ വലിച്ചിങ്ങോട്ട് വെക്കുക. അപ്പം നമ്മുടെ വാൾ ഇവിടെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ വാനിറ്റിയുടെ ബോക്സ് വരയ്ക്കണം. ഈ വാനിറ്റി ബോക്സ് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് ടോപ്പ് വ്യൂവിൽ വരയ്ക്കാം. അതിന് ശേഷം അൺഹൈഡ് ഓൾ കൊടുക്കുക. ഇതിനെ നമ്മൾ മൂവ് ചെയ്ത് എലിവേഷനിൽ ഫിറ്റ് ചെയ്യുക. വീണ്ടും എക്സ്ട്രൂഡ് കൊടുക്കുക. നമുക്കൊരു 18 കൊടുക്കാം. കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുക്കുക. ഇപ്പം നമ്മുടെ ആ ബോക്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ബോക്സിനകത്ത് എലിവേഷനിൽ നമുക്കറിയാം, നമുക്ക് ഇമേജ് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന്. ഇമേജിനകത്ത് നമുക്കിവിടെ കാണുന്നുണ്ട് ഒരു ഇൻസൈറ്റിലായിട്ട് അകത്തോട്ട് നമുക്കൊരു ചെറിയൊരു പ്രൊജക്ഷൻ കാണുന്നുണ്ട്. ആ പ്രൊജക്ഷനാണിത്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിനെ Alt 1 പിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്യാം. ഇപ്പം ഇനി നമുക്കതിൻ്റെ പ്ലാനൂടെ വേണം. അത് എവിടെയാണ് അതിൻ്റെ കറക്റ്റ് കട്ടിങ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനെ ഇതുപോലെ സെലക്ട് ചെയ്ത് ഇവിടെ വെക്കുക. ഇതിനെ സെലക്ട് ചെയ്ത് നേരെ ഇവിടെ വെക്കുക. ഇതിനെ സെലക്ട് ചെയ്ത് നേരെ ഇവിടെ വെക്കുക. ഇതിനെ സെലക്ട് ചെയ്ത് നേരെ ഇവിടെ വെക്കുക. ഇപ്പം നമ്മുടെ ആ ബോക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൺവേർട്ട് ടു എഡിറ്റബിൾ നമ്മൾ സ്പ്ലൈൻ പറഞ്ഞില്ലേ, ആ സ്പ്ലൈനകത്ത് ശരിക്കും നമ്പറിൽ നമ്മൾ 1 2 3 പറഞ്ഞില്ലായിരുന്നു. അതേ സെയിം തന്നെ ഷോർട്ട് കട്ടാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. 1 2 3 4 5. ഇവിടെ 5 എണ്ണം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിഗണാണ്, അതായത് സിംഗിളായിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്ന എലമെൻ്റാണ്. ടോട്ടലായിട്ട് നമുക്ക് ഫുൾ സെലക്ട് ആവും. നമുക്ക് പോളിഗൺ ഇപ്പോൾ സെലക്ട് ചെയ്യാം. പോളിഗൺ സെലക്ട് ചെയ്തു. അതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. താഴോട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടം വരെ വേണോ നോക്കുക. അതിന് ശേഷം ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, ഒറ്റ പ്രാവശ്യം ഷിഫ്റ്റ് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഇതായിരിക്കും വരുന്നത്. ഓക്കെ, അതിന് ശേഷം ഇതിനെ നമ്മൾ നേരെ എടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണ്. അതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൽ വന്നതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിലോട്ട് നമ്മൾ വെക്കുക. ഇപ്പം നമുക്ക് ഇവിടെ ഒരു കട്ട് ഇതുപോലെ ലൈൻ ബാർ വന്നിട്ടുണ്ട്. ഈ ലൈനെ നമ്മൾ പോളിഗൺ ഉപയോഗിച്ച് നമ്മൾ
സെലക്ട് ചെയ്യാണ് ഈ ഒരു ഫേസസ് മാത്രം ഇതിനെ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിനെ എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. എക്സ്ട്രൂഡ് ചെയ്യേണ്ടത് നമുക്ക് അകത്തോട്ട് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ലോക്കൽ നോർമൽ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിന് ശേഷം ഒരു -0.4 കൊടുക്കുക. ഓക്കെ കൊടുക്കുക. നമ്മുടെ ഇൻസൈഡിലേക്ക് നമുക്കത് ഇതായിട്ടുണ്ട്, അകത്തോട്ട് പോയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനൊരു ചാംഫർ കൊടുക്കണം. ചാംഫർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇമേജിനകത്ത് നമുക്കൊരു ചെറിയൊരു ചാംഫറിങ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചാംഫർ അപ്ലൈ ചെയ്യുന്നു. ഇത് നമുക്കൊരു 0.15, ഒരു സെഗ്മെൻറ്റ് നമുക്കൊരു 3 കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചാംഫർ ആയിട്ടുണ്ട്. ടോപ്പ് വ്യൂവിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ചിലർക്ക് പ്രശ്നമില്ല. അങ്ങനെ എന്തെങ്കിലും നീ കറക്റ്റായിട്ട് ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഷോ എൻഡ് റിസൾട്ട് എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിത് ടിക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ മേളിലുള്ളതിൻ്റെ റിസൾട്ട് ഇവിടെ കാണിക്കും. അപ്പം Alt 1 പിക്ക് ചെയ്ത് ഇതിന് നേരെ ഒരെണ്ണം കൊടുക്കുക, ഇവിടെ ഒരെണ്ണം വെക്കുക, കട്ട് ചെയ്യുകയാണ്. നമ്മളിവിടെ അതിൻ്റെ എലമെൻറ്റ്സ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് മാറിക്കോളും. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ നാച്ചുറലായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ആയി. അൺഹൈഡ് ഓൾ കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ വാനിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് മോഡൽ ചെയ്യേണ്ടത് നമ്മുടെ മിററാണ്. ടോപ്പ് വ്യൂവിൽ വരിക. ടോപ്പ് വ്യൂവിൽ നമുക്ക് മിറർ ഇവിടെ കാണുന്നുണ്ട്. ഫ്രണ്ട് വ്യൂവിലും വരിക. രണ്ടും കൂടെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിറർ വരയ്ക്കാം. മിറർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുമില്ല, റെക്റ്റാങ്കിൾ എടുക്കുന്നു. ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം അതിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവെക്കുന്നു. അതിന് ശേഷം നമ്മൾ അവിടുന്ന് എക്സ്ട്രൂഡ് ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ പിക്ക് ചെയ്തു, കൺവേർട്ട് ഒരു എഡിറ്റബിൾ പോളിയാക്കി അവിടെ നമ്മൾ നേരെ വരച്ച് ഇവിടെ കൊണ്ടുവെക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അതിൻ്റെ ബേസായി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതിനെ തന്നെ കോപ്പി എടുത്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മൂവ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മിററുമായി. അടുത്ത നമുക്ക് മോഡൽ ചെയ്യേണ്ടത്, ഓക്കെ, നമുക്കടുത്ത വോളിലെ ടൈൽസ് ഇത് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ടൈലുകളുണ്ടല്ലോ, ഈ ടൈലിൻ്റേത്, അത് നമുക്കും ചെയ്യാം. അപ്പം ഇതൊന്ന് അൺഹൈഡ് ആക്കുക. ഇവിടെ നമുക്കൊരു ബീം കൊടുക്കാനുണ്ട്. ആ ബീം കൂടെ നമുക്കൊന്ന് ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇത് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ബീം ഇങ്ങനെ പറഞ്ഞാൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു എക്സ്ട്രൂഡ് കൊടുക്കുക, -6 കൊടുക്കുക. ഇപ്പം നമുക്ക് ഇതുമായിട്ട് ഇത് രണ്ട് ഒബ്ജക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് അറ്റാച്ച് ചെയ്ത് ഇതിലോട്ടാക്കാം. അപ്പോൾ ഇതെല്ലാം ഒറ്റ ഒബ്ജക്റ്റായി. അതിന് ശേഷം ഇതും സെലക്ട് ചെയ്ത് ഡിറ്റാച്ച് കൊടുക്കുക. ഡിറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡിറ്റാച്ച് ആസ് എ ക്ലോൺ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡിറ്റാച്ച് ആസ് എ ക്ലോൺ കൊടുക്കുക. വേറെ ഇതൊരെണ്ണം വരും, ഇത് സെലക്ട് ചെയ്ത് ഡിറ്റാച്ച് ആസ് എ ക്ലോൺ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഒരെണ്ണമുണ്ട്, ഡിറ്റാച്ച് ആസ് എ ക്ലോൺ. ഓക്കെ, നമുക്ക് നോക്കാം എവിടെയൊക്കെ നമ്മുടെ ഇത് കാണുന്നുണ്ടെന്ന്. ഇവിടെ ടൈലുണ്ട്, ഈ പോർഷനിലുണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഈ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അത്ര നമ്മളിപ്പം ഡിറ്റാച്ച് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് ഹൈഡ് അൺസെലക്ട് കൊടുക്കുക. ഒന്ന് സേവ് ചെയ്യണം. Ctrl+Shift+S അടിക്കുക. ഏതിലേക്കാണോ സേവ് ചെയ്യേണ്ടത് അങ്ങോട്ട് സേവ് ചെയ്യുക. ഞാൻ ഇപ്പോൾ 2ലേക്ക് സേവ് ചെയ്യാണ്. ഓക്കെ, നമ്മളിവിടെ ഫ്ലോർ ജനറേറ്റർ എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ആ ഒരു ചെയ്തിട്ട് ചെറിയൊരു സാധനം പോയത്. അപ്പോൾ ഒന്നും ചെയ്യണം, അതിന് നമ്മൾ വീണ്ടും എടുക്കുന്നു. ഇതിനെ നമ്മൾ ഡിറ്റാച്ച് കൊടുക്കുക. ഫ്ലോർ ജനറേറ്റർ എടുക്കുക. ഇപ്പം 36x36 വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു 0.1 മതി. ഇത് നമുക്ക് 0.1 മതി. ഇത് നമുക്ക് 0.1 തന്നെയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ. ഇതിനെ ജസ്റ്റ് നമ്മളൊന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇതിലിപ്പം നമുക്ക് ഇവിടെ ആ ലൈൻ വേണ്ട, സിംഗിൾ ടൈലാണ് വരണ്ടേ. അപ്പം നമ്മളിതിനെ നേരെ ഒരു 90 ഡിഗ്രിയിലോട്ട് മാറ്റുന്നു. ഇത് ഏകദേശം നല്ല ഈ ഗ്രൂവും എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ഓക്കെ, സേവ് കൊടുക്കുക. വീണ്ടും നമ്മൾ ഫ്ലോർ ജനറേറ്റർ എടുക്കുന്നു. ഓക്കെ, അത് കറക്റ്റായി. ഇവിടെ നമ്മൾ ഒരെണ്ണം എടുക്കുന്നു.
അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്ത് ഒരു ഫ്ലോർ ജനറേറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മിക്കത് വരുന്നത് സെയിം ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് വന്നേക്കുന്നത് ആ ഗ്രൂവ് നമുക്ക് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ 0 ആക്കുക. ഇപ്പം നമുക്ക് ഈ ഗ്രൂവ് മാച്ചായി. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ മോഡലിംഗ് തീർന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് വിൻഡോ അതായത് ഈ കാണുന്ന വിൻഡോസ് ചെയ്യണം, ഈ കാണുന്ന വിൻഡോ ചെയ്യണം, ഈ കോമ്പൗണ്ടുകൾ ചെയ്യണം. അവിടെ കഴിഞ്ഞ് നമ്മുടെ പിന്നെ സീലിങ്ങും. ഓക്കെ, ഇതിനകത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് സീലിംഗ് ചെയ്യാം. സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഒരു 1 ഇഞ്ചിന് നമ്മൾ ഗ്യാപ്പ് അതിൽ കാണിച്ചിട്ടുണ്ട് സീലിങ്ങിന്, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ സ്റ്റാർട്ടിൻ്റെ ഇത് ഓഫ് ചെയ്യുക. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കുക. യെസ്, നമുക്കിതിൻ്റെ അകത്ത് ഈ ലൈറ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്യണം. സർക്കിൾ എടുക്കുക, 1.5. സെഗ്മെൻറ്റ് സ്റ്റെപ്പ് നമുക്കൊരു 16 കൊടുക്കാം. ജസ്റ്റ് അതിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ചുമ്മാ നമുക്കൊരു മനസ്സിലാവുന്ന രീതിയിൽ ചുമ്മാ വെക്കുക അതിനെ. അതിന് ശേഷം ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനെ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ അറ്റാച്ച് ചെയ്യുന്നു. ഇതും അറ്റാച്ച് ആക്കുന്നു, ഇതും അറ്റാച്ച് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം നേരെ എക്സ്ട്രൂഡ് കൊടുക്കുക. അൺഹൈഡ് ഓള് നമ്മൾ പ്ലാൻ എടുക്കുക, പ്ലാനിലേക്ക് വരുന്നു. 1 ഇഞ്ചാണ് ഗ്യാപ്പ് കൊടുത്തേക്കുന്നത്. എല്ലാ സൈഡും നമ്മൾ ഈക്വലാക്കി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അൺഹൈഡ് ഓള്. ഇപ്പം നമുക്ക് താഴെ വന്നേക്കുന്നത്, ഇത് നമുക്ക് നേരെ മുകളിൽ കൊണ്ടുപോകണം. സെലക്ട് ചെയ്ത് പൊസിഷൻ നോക്കി പ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സീലിംഗ് ആയി. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വിൻഡോ ആണ്. ഈ സ്ലൈഡിങ് വിൻഡോ ആണ്. ഇതിലെ പ്ലാനും രണ്ടും ഓപ്പൺ ചെയ്യുക. ടോപ്പ് വ്യൂവിൽ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിൾ 1, ഈ റെക്റ്റാങ്കിൾ 2, ഇത് 3 റെക്റ്റാങ്കിൾ ഉണ്ട്. നമ്മളിതിനെ നേരെ ഇവിടുന്ന് എക്സ്ട്രൂഡ് കൊടുക്കുക. കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി അവിടെ വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്രെയിം കൂടെ വരയ്ക്കണം. ലൈൻ എടുത്ത് ഇതിൻ്റെ ഒരു ചാനലാണ്, ആ ചാനലിലൂടെ ഒന്ന് വരയ്ക്കുന്നത്. അതിനെ നമ്മൾ മൂവ് ചെയ്ത് ഇവിടെ വെക്കുന്നു. എക്സ്ട്രൂഡ് കൊടുക്കുക, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി മൂവ് ചെയ്ത് ഇവിടെ വെക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് നമുക്ക് ഗ്ലാസ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ അതിന് ചെയ്യുന്നത് ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. നമ്മൾ ഇൻസൈഡ് കൊടുക്കുന്നു ഒരു 1.5. ഓക്കെ, അതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 3 ഫ്രെയിമും ഒരുപോലെ ആയിട്ടുണ്ട്. അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലെ വ്യൂവിൽ വന്നതിന് ശേഷം പ്ലെയിൻ എടുക്കുക. പ്ലെയിൻ എടുത്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അതിലോട്ട് നമുക്ക് സെഗ്മെൻ്റ് ആവശ്യമില്ല. ഇവിടെ സ്നാപ്പ് ഓൺ ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മുടെ ഇത് 3ൻ്റെ പൊസിഷൻ നമുക്കിപ്പം നോക്കാമെന്ന്. ഇത് ഇതിൻ്റെ സെൻറ്ററിൽ വരും. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. അത് എല്ലായിടത്തും ഒരുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക.
കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. അതിന് ശേഷം ഇത് ഡിലീറ്റ് ആക്കുവാണ്. 3 എന്നതിൽ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റും. 1.5 ഔട്ട്ലൈൻ കൊടുക്കുന്നു. ഓക്കെ, 2 ആണ് ഔട്ട്ലൈൻ. ഇനി നമ്മൾ വീണ്ടും 2 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് ആടാകത്തുള്ളൂ. അപ്പം കൺട്രോൾ ഇസഡ് അടിച്ച് ഫസ്റ്റ് നമ്മൾ കൊടുത്തതിനെ മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു 2 കൊടുക്കുക. എക്സ്ട്രൂഡ് 1.5 ഇതിൻ്റെ പൊസിഷൻ ഒന്നുകൂടെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വശം മാത്രമേ ഉള്ളൂ. ഇതിന് നമുക്ക് അപ്പുറത്തെ വശം വേണം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്മട്രി എന്ന ഓപ്ഷൻ എടുക്കുക, ഫ്ലിപ്പ് കൊടുക്കുക. ഇപ്പം നമുക്കത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. റൈറ്റ് ബട്ടൺ പിക്ക് ചെയ്യുക, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ആക്കുക. ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ട് വെക്കുക. ഇതിലെ ഉള്ളിലേക്ക് നമുക്കൊരു ഗ്ലാസ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ എടുക്കുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക, ഒന്ന് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്കിതിൻ്റെ തിക്നെസ്സിൻ്റെ ആവശ്യം ഇല്ല. ആക്ച്വലി ശരിക്കും തിക്നെസ്സിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്കവിടെ. ഓക്കെ, ഇനി നമുക്ക് മോഡൽ ചെയ്യേണ്ടത് ഈ കോമ്പൗണ്ട് വാളും ഇവിടെ ഒരു ഫ്ലോറുണ്ട്, ആ ഫ്ലോറോട് ചെയ്യണം. ഓക്കെ, അതിന് ജസ്റ്റ് നമ്മൾ ലൈൻ എടുക്കുക, ഇത് നമുക്ക് ശരിക്കും ഇൻസൈഡ് വെച്ചാൽ മതി. ഇത് ഡിലീറ്റ് ആക്കുവാണ്. ഇതിനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുക, ഇതിനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുക. കോർണർ ഒരു എക്സ്ട്രൂഡ് കൊടുക്കുന്നു, ഒരു 1 കൊടുക്കുക. ഇതിൻ്റെ ഒന്ന് പൊസിഷൻ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് നേരെ മുകളിലോട്ട്. അതിന് ശേഷം നമുക്ക് കോമ്പൗണ്ട് വാൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് എളുപ്പമാണ്. ജസ്റ്റ് ഈ ഒരു ലൈൻ മാത്രം വരച്ചാൽ മതി. അതിന് ശേഷം ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്ത് നേരെ താഴോട്ട് വെക്കുന്നു. ഒരു എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് കൊടുത്തതിന് ശേഷം കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുത്ത് വെക്കുന്നു. നമുക്കിതിനെ പല രീതിയിൽ ചെയ്യാം എന്നുള്ള സംഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്ര ഹൈറ്റിൽ വന്നു. ഇതിനിപ്പോൾ നമുക്ക് തിക്നെസ് ഇല്ല. തിക്നെസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഷെല്ലെന്ന് പറഞ്ഞ മോഡിഫയർ ഉണ്ട്. ഷെല്ല് കൊടുക്കുക. ഷെല്ല് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ സ്ട്രെയിറ്റ് കോർണേഴ്സ് എന്ന് പറയുന്നുണ്ട്, അത് എപ്പോഴും ടിക്ക് ഓൺ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ, ഈ കോർണറും ഒരു ചെറിയൊരു ബെൻഡ് പോലെ ഉണ്ട്. ഈ കോർണർ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നേരെയാവും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു തിക്നെസ് കൊടുക്കുക. കൺട്രോൾ വി എടുത്തൊരു കോപ്പി കൊടുക്കുക. കൺട്രോൾ വി നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് കൺട്രോൾ വി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോപ്പി ഓപ്ഷനാണ് വരുന്നത്. അതിന് ശേഷം ഈ എഡിറ്റബിൾ പോളി ഉപയോഗിച്ച് നമുക്കൊരു തിക്നെസ് ഇവിടെ കൊടുക്കാം, ഒരു 1. ഷെല്ല് 4 എന്നുള്ളത് നമ്മൾ 5 ആക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബാൻഡായി. ഇപ്പോൾ നമ്മുടെ ഈ മോഡലിങ്ങിൻ്റെ ഇവിടുത്തെ പോർഷനും കഴിഞ്ഞ് നമ്മൾ കൺട്രോൾ എസ് അടിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഡിഫോൾട്ട് ഷെയ്ഡിങ് നോക്കുമ്പോൾ നമുക്കിത് ഫുള്ള് കളറിലാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ജിയോമെട്രിയിലോട്ട് വരിക, കൺട്രോൾ ആയി അടിക്കുക. നമ്മൾ റെൻഡർ ചെയ്യുന്നത് റെൻഡർ എഞ്ചിൻ കൊറോണയാണ്. കൊറോണ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം മെറ്റീരിയൽ എഡിറ്റർ എം ആണ്. മെറ്റീരിയൽ എഡിറ്റർ പിക്ക് ചെയ്യുന്നു. മെറ്റീരിയൽ കൊറോണ ഫിസിക്കൽ മെറ്റീരിയൽ എടുക്കുക. ജസ്റ്റ് നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ എല്ലാ മെറ്റീരിയലും സെയിം ആണ്. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഗ്ലാസിൻ്റെ മെറ്റീരിയലോട് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിൽ നമുക്കൊരു ഗ്ലാസ് ഡിഫോൾട്ടായിട്ടുള്ളതാണ് അതിനെ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓക്കെ ഗ്ലാസും കൊടുത്തു. നമ്മുടെ മോഡലിംഗ് ഏകദേശം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്കൊരു ക്യാമറ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ ക്യാമറയുടെ ഇവിടെ ഇതുണ്ട്, ക്യാമറ കൊറോണ ക്യാമറ. ജസ്റ്റ് ഇവിടെ പിക്ക് ചെയ്ത് ഒന്ന് ചെയ്യുന്നു. അതിനുശേഷം സി പ്രസ് ചെയ്യുക, ഷിഫ്റ്റ് എഫ് അടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒന്ന് നമ്മുടെ കസ്റ്റമാണ്. ഇവിടെ നമ്മളൊരു 5000 by 4000 കൊടുക്കുന്നു.
ഓക്കെ, ഇത് ലോക്കാണ് ഇവിടെ. 5000. ഓക്കെ. അതിന് ശേഷം നമ്മൾ ക്യാമറ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഇതിൽ നമ്മൾ ക്യാമറ സെലക്ട് ആകാത്തത് ഇവിടെ ജോമെട്രി കിടക്കുന്നുണ്ട്. അപ്പം ക്യാമറ മാത്രം സെലക്ട് ആണെങ്കിൽ ക്യാമറ കൊടുത്താൽ മതി. ഇപ്പം ഓൾ കൊടുക്കുമ്പം നമുക്കെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ക്യാമറ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലിപ്പിംഗ് എന്ന് നടക്കുന്ന എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ഷോ ഇൻ വ്യൂ പോർട്ട്, നമുക്ക് വ്യൂ പോർട്ടിൽ അത് ഷോ ചെയ്യും നമുക്ക് എത്രത്തോളം വരും എന്നുള്ള കാര്യം. ഇപ്പം ഇതിൽ ക്യാമറ നമുക്ക് ഈ വോളിൻ്റെ ബാക്കിലാണ്. ഇപ്പം നമ്മൾ വോളിനെ കട്ട് ചെയ്ത് നമ്മൾ ക്യാമറ അകത്തോട്ട് കൊണ്ടുപോകുക. ഇപ്പം നമ്മുടെ ഇത് അകത്തോട്ട് വന്നിട്ടുണ്ട്. ക്യാമറയുടെ ആ ഒരു വ്യൂ നമുക്ക് അകത്ത് കിട്ടും. നമ്മളൊരു ഹൈറ്റ് സെറ്റ് ചെയ്യാണ്. ഒരു 5 ഫീറ്റ് ഹൈറ്റ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമേജുമായിട്ട് നമുക്ക് നോക്കാമെന്ന്. ഓക്കെ, ഇത് ഒത്തിരി ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ നേരെ ഒന്ന് അതിനെ താക്കുവാണ്. താത്ത് നമ്മൾ ഈ ഒരു പൊസിഷനിൽ വെക്കുന്നു. നമ്മുടെ കണ്ണിന് കാണുന്ന രീതിയിലുള്ളൊരു പൊസിഷൻ, അത്രേ ഉള്ളൂ. അതിന് ശേഷം ക്യാമറയുടെ നമ്മളൊരു ദൂരം, ലെങ്ത്, ഫോക്കൽ ലെങ്ത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. ഈ ഫോക്കൽ എടുക്കുക. നമുക്കൊരു 30 ഒത്തിരി ഉണ്ട്. നമുക്ക് ഇമേജ് ചെക്ക് ചെയ്യാമെന്ന്. ഓക്കെ, ആണ് ഫോക്കൽ ലെങ്ത് എന്ന് തോന്നുന്നു. നോട്ട് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് 2 ഫ്രെയിം കാണുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മുടെ മോഡലിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം നമുക്ക്. ഫ്ലോർ ചെയ്തു, അതെല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗ് ചെയ്തു, ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് മോഡലിംഗ് എല്ലാം തീർന്നു. നമുക്ക് ഫ്ലോറിൽ ഗ്യാപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ്. വേണമെങ്കിൽ വെക്കാം. ചിലർ ഗ്യാപ്പ് വെക്കത്തില്ല, അതുകൊണ്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ വെക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്യാപ്പ് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിനകത്തൊരു സണ്ണ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. സൺ നമുക്കെടുക്കാം. ലൈറ്റിൽ കൊറോണ സൺ, ജസ്റ്റ് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഒരു സണ്ണിൻ്റെ പൊസിഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്കിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വൈറ്റായിട്ട് കാണുന്നത് നമ്മൾ സണ്ണിൻ്റെ ഇത് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. സണ്ണിൻ്റെ സ്കൈ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് കൊറോണ സ്കൈ എന്ന് കൊടുത്താൽ മതി, ആയിക്കോളും. അതിന് ശേഷം ഇതിൻ്റെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻറ്റൻസിറ്റി നമുക്കൊരു 0.1. ഓക്കെ, സൈസ് ഒരു 3. ഓക്കെ, ഡയറക്റ്റ് ഇൻപുട്ട് കൊടുക്കാം. ഡയറക്റ്റ് ലൈറ്റാണ് നമുക്ക് വരുന്നത്. മെറ്റീരിയൽ ഓപ്പൺ ചെയ്യുക. ഇതിനെ നമുക്കൊരു വേറെ ഷെയ്ഡിലോട്ട് പോകാം. കാര്യം ഇതിൽ നമുക്കൊരു ഷെയ്ഡ് ഉള്ളത് ഒരു യെല്ലോ ടിൻറ്റിലാണ് വന്നേക്കുന്നത്. യെല്ലോ അല്ല, ഒരു 24, 50, 40. ഓക്കെ, ഓക്കെ. അതിന് ശേഷം ഇത് നമ്മളൊരു റഫ്നെസ് ഒരു 0.5 കൊടുക്കുക. ഒരു 0.2, 0.1, 0.
ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ മോഡലിങ്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഫുൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഈ ഐറ്റംസ് ആണ്, അത് നമ്മളിൽ ഓൾറെഡി നമ്മൾ ചെയ്ത ഫയലിനകത്ത് കിടപ്പുണ്ട്. അത് ജസ്റ്റ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കത്തേ ഉള്ളത്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതും ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുന്നതും ലൈറ്റിങ് അന്നേരം നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണം. ഇതിപ്പം ജസ്റ്റ് നമുക്ക് ഈ ഒരു കളറിങ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ബ്രൈറ്റ്നസ് ആയിട്ട് കാണുന്നത്. നമുക്ക് കളർ വേണമെങ്കിൽ ഇച്ചിരി കുറയ്ക്കുന്നതനുസരിച്ച് ബ്രൈറ്റ്നസ് കുറയും. പക്ഷേ നമുക്കിപ്പോൾ അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ മോഡലിങ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതിനകത്തൊന്നും ആഡപ്പ് ചെയ്യാനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വരാനുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ ഗ്യാപ്പ് വന്നിട്ടില്ല. അപ്പം ഇതിനെ സെലക്ട് ചെയ്ത് 1 അങ്ങോട്ട് 1 അങ്ങോട്ട് -1 ഇങ്ങോട്ട്. ഓക്കെ, ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഓക്കെ കൂൾ. ഇതിൽ നമ്മുടെ ഇമേജ് ഇതാണ്. ഈ ഇമേജിനകത്ത് നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ എല്ലായിടത്തും ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ നമ്മൾ ചെയ്തേക്കുന്നത്. ബാക്കി ഓക്കെ, നമ്മുടെ മോഡലിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലിംഗ് അപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി.